നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലും രാജ്യത്തുമായി സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വിശദമായി പരിശോധിക്കുന്നത്. ശക്തമായ മഴയും റെഡ് അലേർട്ടും, വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിച്ച അവധി, ഓണക്കാല റേഷൻ വിതരണവും സപ്ലൈകോ സബ്സിഡി പാക്കേജുകളും, സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും, കൂടാതെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുമാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലെ വിവരങ്ങൾ ഔദ്യോഗിക അറിയിപ്പുകളെയും പൊതുവായി ലഭ്യമായ റിപ്പോർട്ടുകളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പുതിയ സർക്കാർ ഉത്തരവുകൾ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ പിന്നീട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പുകളും ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യ വാർത്തയിലേക്ക് പോകാം. കേരളത്തിലെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. വയനാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. അത്യാവശ്യ യാത്രകൾ മാത്രം നടത്തുക. രാത്രി സമയങ്ങളിൽ മലയോര റോഡുകളിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കുന്നതും സുരക്ഷിതമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിലെ സ്കൂളുകൾക്ക്, അംഗനവാടികൾ, അതുപോലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വയനാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് എന്നീ ജില്ലകളിലേക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഓരോ ജില്ലയിലെയും കളക്ടറുടെ ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിച്ച ശേഷം മാത്രമേ യാത്രകൾ ക്രമീകരിക്കാവൂ. ചില ജില്ലകളിൽ കോളേജുകൾക്ക് അവധി ഉണ്ടായിരിക്കാം. ചില സ്ഥലങ്ങളിൽ പരീക്ഷകൾക്ക് മാറ്റം ഇല്ലാതിരിക്കാം. സ്ഥാപനങ്ങളുടെ അറിയിപ്പും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഓണക്കാലത്ത് കുടുംബങ്ങളുടെ ചിലവ് കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് വിവിധ വിലനിരക്കുകളിലുള്ള സബ്സിഡി പാക്കേജുകൾ സപ്ലൈകോ തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഏകദേശം 299 രൂപ മുതൽ 2000 രൂപ വരെയുള്ള നിരവധി കിറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ പാക്കേജുകളിൽ സാധാരണയായി ഉൾപ്പെടുന്ന സാധനങ്ങൾ അരി, പഞ്ചസാര, പരിപ്പ്, ചെറുപയർ, മുളകുപൊടി, അതായത് വെളിച്ചെണ്ണ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മറ്റ് നിത്യോപയോഗ സാധനങ്ങളാണ് ഉൾപ്പെടുന്നത്. ഓരോ പാക്കേജിലും സാധനങ്ങളുടെ അളവും എണ്ണവും വ്യത്യാസപ്പെടും. നിങ്ങളുടെ കുടുംബത്തിന് അനുയോജ്യമായ പാക്കേജ് തിരഞ്ഞെടുക്കാൻ അടുത്തുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാണ്. അടുത്ത പ്രധാന അപ്ഡേറ്റ് ആണ്. ഓണക്കാല റേഷൻ വിതരണത്തിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. മഞ്ഞ, നീല, പിങ്ക്, വെള്ള റേഷൻ കാർഡുകൾക്ക് അനുസരിച്ച് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. വിതരണ തീയതികളും അളവുകളും ജില്ലയുടെ റേഷൻ കടകളിലും ലഭിക്കുന്ന സ്റ്റോക്കിനെ ആശ്രയിച്ച് മാറാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. റേഷൻ വാങ്ങുമ്പോൾ ആവശ്യമായ രേഖകളും കൈവശം കരുതുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഓണം പ്രമാണിച്ച് 2 ഗഡുക്കൾ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമെന്ന രീതിയിൽ നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ 2 ഗഡു അഥവാ 4000 രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുമെന്ന് സ്ഥിരീകരിക്കാത്ത ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. അതിനാൽ സോഷ്യൽ മീഡിയയിലെ പ്രചരിക്കുന്ന എല്ലാ വിവരങ്ങളും വിശ്വസിക്കാതെ സർക്കാർ പുറത്തിറക്കുന്ന ഔദ്യോഗിക ഉത്തരവുകൾ വന്ന ശേഷമേ ഉറപ്പായി കണക്കാക്കാവൂ. 2000 രൂപയാണ് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു മഴക്കെടുതി അതുപോലെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇനി 4000 രൂപ പെൻഷൻ ലഭിക്കുമോ എന്നുള്ളത് ഒരു സംശയമായ ഒരു കാര്യം തന്നെയാണ്. അടുത്ത കാര്യമാണ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കണം. അവസാന തീയതി സെപ്റ്റംബർ 30 ആണ്. സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടും. അതിനാൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ച മറ്റ് കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഇനി അടുത്ത പ്രധാന വാർത്ത കർഷകർക്ക് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണ്. കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ കാലാവധി വീണ്ടും 5 വർഷത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. ഇതോടെ 2030-31 സാമ്പത്തിക വർഷം അർഹരായ കർഷകർക്ക് 6000 രൂപ വീതം വർഷം ലഭിക്കുന്ന സംവിധാനം തുടരും. ചെറുകിട നാമമാത്ര ഭൂമിയുള്ള കർഷകർക്ക് സ്ഥിരമായ സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വർഷത്തിൽ 3 ഗഡുക്കളായ ഓരോ തവണയും 2000 രൂപ വീതമാണ് തുക നൽകുന്നത്.
PM കിസാൻ തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ ഈ KYC നിർബന്ധമാണ്. ഇത് പൂർത്തിയാക്കാത്തവരുടെ ഭാവിയിലെ ഗഡുക്കൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തുള്ള CSC സെന്റർ അല്ലെങ്കിൽ ഓൺലൈൻ സൗകര്യം ലഭ്യമാണെങ്കിൽ അതിലൂടെ നടപടി പൂർത്തിയാക്കാം. ഫാർമർ ID പരിശോധിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പല സംസ്ഥാനങ്ങളിലും ഫാർമർ ID സംവിധാനം നടപ്പിലാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഫാർമർ IDക്ക് അപേക്ഷ നൽകിയവർ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി ഇടയ്ക്കിടെ പരിശോധിക്കണം. എന്തെങ്കിലും രേഖാ പ്രശ്നമോ വിവര പിഴവോ ഉണ്ടെങ്കിൽ സമയബന്ധിതമായി തിരുത്തിയാൽ ഭാവിയിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ തടസ്സം ഒഴിവാക്കാൻ സാധിക്കും. PM കിസാൻ ആനുകൂല്യങ്ങൾ തുറന്നും ലഭിക്കാൻ ഈ KYC, ആധാർ വിവരങ്ങൾ പരിശോധന, ബാങ്ക് അക്കൗണ്ട്, ഫാർമർ ID, അതുപോലെ മൊബൈൽ നമ്പർ പുതുക്കുന്നതും എല്ലാം സമയബന്ധിതമായി ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.